ഒരു മനുഷ്യനിൽ ഇന്ന് വരെ സഞ്ചരിക്കാത്ത വഴിയിലൂടെ എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ചുറ്റും മനുഷ്യരുണ്ട്, മനുഷ്യത്വം നമുക്ക് ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ഒരു മകൻ ജനിക്കേണ്ടി വന്നു. അങ്ങനെ അല്ലൂസ് എന്ന സ്പെഷ്യൽ നീഡ് അല്ലെങ്കിൽ ഡിഫറന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പിതാവാണ് സാബിർ കെ.വി. നമ്മോടൊപ്പം. സാബിർ കെ.വി. അല്ലൂസിനൊപ്പം എന്ന മനോഹരമായ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. അല്ലൂസ് എന്ന് പറയുമ്പോൾ 2017 നിങ്ങൾ അല്ലൂസിന്റെ ഓട്ടിസം മനസ്സിലാവുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ട്രാൻസ്ഫോർമേഷൻ? നമ്മള് അന്ന് വരെ ഓട്ടിസം എന്നുള്ള സംഭവം നമുക്കറിയില്ല. അപ്പൊ നമുക്കൊന്നും അങ്ങനെ ഒരു ഓട്ടിസം ഉള്ള കുട്ടി ഉണ്ടായിക്കൂടാ ഇല്ല എന്നുള്ളതായിരുന്നു അതുണ്ടായിരുന്ന വിശ്വാസം. അപ്പൊ ഓട്ടിസം വന്ന് നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോഴാണ് ഈ ഓട്ടിസം എന്നുള്ള വാക്കിന് നമ്മൾ സീരിയസ് ആയിട്ട് കേൾക്കുന്നത്. അത് മൊത്തത്തിൽ നമ്മൾ ഷെയ്ക്കണപ്പാക്കി. കോഴിക്കോട്ടുള്ള ഒരു സെന്ററിലാണ്, അവിടെ നിന്നാണ് ഓട്ടിസം എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുന്നത്. ബാംഗ്ലൂരിലോട്ട് ഒന്നുകൂടി ആധികാരികമായിട്ട് ഇതിന്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ ചെല്ലുന്നപ്പോഴുള്ള കാഴ്ചകളിലാണ് നമ്മുടെ ജീവിതം തന്നെ ആക്സെപ്റ്റൻസിന്റെ അല്ലെങ്കിൽ ഉൾക്കൊള്ളലിന്റെ ആദ്യത്തെ പടി. അത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി അല്ലെങ്കിൽ ഏത് രീതിയിലേക്ക് ഒരു ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് ആക്സെപ്റ്റ് ചെയ്യാം. ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ആയുസിൽ ഞാനൊരു പുസ്തകം എഴുതുന്നു വിചാരിച്ചിട്ടില്ല. എഴുത്തിന്റെ മേഖലയാണ്. എഴുത്തുകാരനാക്കിയത് അല്ലൂസാണ്. ജീവിതം പണം മാത്രമല്ല, മനുഷ്യത്വമാണ് എന്ന് പഠിപ്പിച്ചത് അല്ലൂസാണ്. അതായത് ആദ്യത്തേതില് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സൈഡിൽ ആരാ പോകുന്നത് ഒന്നും ചിന്തിച്ചിരുന്നില്ല. അത് ചിന്തിക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയിട്ടുമില്ല. ഈ മൈസെൽഫ് ആൻഡ് മൈ ഫാമിലി ആൻഡ് എ ഫ്യൂ ഫ്രണ്ട്സ്. ടെക്കിയാണ്. അപ്പോ എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് പരമാവധി നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മാക്സിമം നമ്മുടെ അക്കൗണ്ടിലിട്ട് എങ്ങനെ എന്തൊക്കെ എത്തിക്കാൻ എന്നുള്ളത് മാത്രമായിരുന്നു ചിന്ത. അപ്പൊ അത് മാറിയിട്ട് അല്ലൂസ് വന്നോട് കൂടിയിട്ട് അവനൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണം, ഫാദറും മദറും ഒരുമിച്ച് വേണം എന്നുള്ളൊക്കെ ചിന്ത വന്നപ്പോഴാണ് ഞാൻ 6 മണിക്ക് ഓഫീസ് കഴിഞ്ഞാൽ 6:15 വീട്ടിലെത്തും. ഉച്ചക്ക് കൃത്യം 1 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വരും. 2 മണി വരെ അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെയാണ് ഇപ്പൊ ലൈഫ് മാറിയത്. നിങ്ങൾക്ക് ഒരു 5 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ 5 ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ 5 ഡിഫറെന്റ് ആയിട്ട് നമുക്ക് എന്ത് മെച്ചമുള്ള ആൾക്കാരാണ് ഫ്രണ്ട്സ് എന്നുള്ളത്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് നിരവധി ആവശ്യമില്ലാത്ത ആൾക്കാർ പോലും നിങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഒരുപാട് ആൾക്കാർ എന്റെ വീട്ടിലെ കാര്യങ്ങൾ അവരിങ്ങോട്ട് പറയും. വൈഫിന്റെ നിലപാടുകൾ, അവള് എംപവേർഡ് ആയി എല്ലാ കാര്യത്തിലും. അവളാണ് മോന്റെ കാര്യങ്ങളെ കൊണ്ടുവരുന്നത്. അവള് ഒരു എക്സലന്റ് തെറാപ്പിസ്റ്റ് ആണ്. അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇതേപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഈ ഓട്ടിസത്തിന്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എക്സ്പ്ലോർ ദ വേൾഡ്. അവരെ വീട്ടിലിരുത്തി മറച്ചു പിടിക്കേണ്ട ആളല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇവരെല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണം. ഇത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓട്ടിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഭയങ്കര റോബോട്ടിക്കാണ്. എന്താണ് നമ്മൾ അങ്ങോട്ട് ഫീഡ് ചെയ്യുന്നത് അത് റീപ്രൊഡ്യൂസ് ചെയ്യണം. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് മാത്രമുള്ള പുസ്തകം. ഇത് എല്ലാവർക്കും വായിക്കും. സ്പെഷ്യൽ കുട്ടികൾക്ക് എല്ലാവർക്കും വായിക്കാം. സാധാരണ കുട്ടികളെയും നമുക്ക് നോക്കുന്ന ഒരു പാരന്റൽ ഗൈഡ്. രണ്ടാമത്തത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും സാധാരണ സ്പെഷ്യൽ നീഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള കുറെ പ്രജുഡീസുകളുണ്ട്. അത് നമ്മളെ ആദ്യമൊക്കെ ബോധർ ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞ ഉടനെ തന്നെ ആദ്യത്തെ 3 മാസം എല്ലാ പാരന്റ്സിന്റെയും പോലെ എന്റെ വീട്ടിൽ പോലും ഞാൻ വളരെ പരിമിതമായിട്ടുള്ള ആൾക്കാരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എല്ലാവരോടും സ്പെഷ്യൽ പാരന്റ്സിനോടല്ല പറഞ്ഞത്, നിങ്ങൾ ആരും ഇത് വീട്ടില് അടച്ചിട്ടിട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇവരെ എപ്പോഴും നമ്മൾ മാക്സിമം പരമാവധി പുറത്തോട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് സന്തോഷിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്, അത് അവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ പരമാവധി പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് എന്റെ കുട്ടി എന്താ ഇങ്ങനെയെന്ന് ആരാണ് ചോദിക്കുമ്പോൾ അത് എന്റെ കുട്ടി ഇങ്ങനെ എന്നുള്ള മറുപടി അവർക്ക് വേണ്ടി നമ്മൾ പറയണം. അവന് ഓട്ടിസമാണ്. അത് എത്ര ഹാർഷാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്താൽ നമ്മളൊരു പാർട്ടായി മാറിയല്ലോ. അത് ഒതുങ്ങിക്കൂടേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ വീടിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട എല്ലാ സാഹചര്യവും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവരെ ഒരു സെർട്ടൻ വേയിൽ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അത് ഓട്ടിസം ബാധിച്ച മക്കളുടെ പാരന്റ്സിന് മാത്രമല്ല എല്ലാവർക്കും ഉള്ള ഒരു ബുക്കാണ്. ഈ പുസ്തകം നിങ്ങൾ എന്തായാലും വായിക്കണം. മനോഹരമായ ലളിതമായ ഭാഷയിൽ സാബിർ ബ്രോ ഇത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തിൽ നമുക്ക് നമ്മളായി മാറണമെങ്കിൽ എന്താണോ യാഥാർത്ഥ്യം അത് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് എന്നത് മാത്രമാണ് ആ വലിയൊരു സന്ദേശം. ഈ കുഞ്ഞു അടിപൊളി സൂപ്പർ പുസ്തകത്തിലൂടെ ലോകത്തെ അറിയിക്കാനുള്ള ശ്രമം വിജയിക്കട്ടെ. ഒരുപാട് ആൾക്കാർ ഇത് വായിക്കട്ടെ. അവരും കൂടി മനുഷ്യരായി മാറട്ടെ. സന്തോഷം. All the very best. Munir Al Wafa with